ഇതിൻ്റെ കളർ പോലെ തന്നെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. എന്തൊരു ഈസിയാണെന്നറിയാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നോമ്പാന്ന കാലം ഒരുപാട് വലിച്ചു നീട്ടിയിട്ടൊന്നും എന്തായാലും കൊണ്ടുപോകുന്നില്ല. സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണണേ. പിന്നെ സവാളൊക്കെ ഞാൻ ഇതിലാണ് അരിഞ്ഞെടുക്കാൻ പോകുന്നത്. ഇതിലാകുമ്പോൾ ഈസി ആയിട്ട് കുഞ്ഞു കുഞ്ഞാന്ന് പറഞ്ഞ അരിഞ്ഞിങ്ങ് വരും. എണ്ണ ചൂടായി വന്ന ശേഷം ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള സവാള എടുക്കുക. എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് എടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഇനി ഇതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഗരം മസാല പൗഡറും അതേപോലെ തന്നെ ചെറുജീരകത്തിൻ്റെ പൊടി, കളറൊന്നും മാറാൻ വേണ്ടിയിട്ട് റെഡ് ചില്ലി പൗഡർ, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഈ ഒരു സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ പൊരിച്ചത് കൈകൊണ്ട് ചിക്കി എടുത്തതാണ് കേട്ടോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ബീഫ് വേണമെങ്കിൽ അത് വേവിച്ചിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് മൊത്തത്തിലൊന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മസാല തലക്കാലം ഒന്ന് മാറ്റി വെക്കുക. ഇനിയാണ് അങ്ങോട്ടുള്ള ഒരു പരിപാടി. മിക്സിൻ്റെ ചെറിയ ജാറ് എടുക്കുക. അതിലേക്ക് മല്ലിയില കുറച്ച് കൂടുതൽ തന്നെയായിട്ട് ഇട്ട് കൊടുക്കുക. നല്ല കളർ കിട്ടണമെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ എടുക്കേണ്ടി വരും. 2-3 പച്ചമുളക്, 3-4 വെളുത്തുള്ളി, ഒരു സവാളൻ്റെ പകുതിയും കൂടി ചേർത്ത് കൊടുക്കുക. അരച്ചെടുക്കാൻ പാകത്തിന് പാലും കൂടി അല്പം ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വാ. അങ്ങനെ ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നല്ല കളറല്ല, ഈ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. മല്ലിയില കുറച്ച് കൂടുതൽ എടുക്കണം എന്ന് കുറഞ്ഞാൽ പിന്നെ എന്തായാലും ഈ ഒരു കളർ എന്തായാലും കിട്ടൂല. ഇതിലേക്ക് 2 മുട്ട വേണം. 2 മുട്ട പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. ബ്രെഡ് പിന്നെ എന്തെങ്കിലും ഒരു മുടി എടുത്തിട്ട് അത് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക. ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ബ്രെഡിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ 2 ബ്രെഡും ഇതേപോലെ തന്നെ കട്ടാക്കി എടുക്കുക. ഇത് എണ്ണയിലിട്ട് ഫ്രൈ ആക്കുന്ന സമയത്ത് ഇളക്കി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് 2 ബ്രെഡിൻ്റെയും സൈഡിലായിട്ട് മൈദ വെച്ചിട്ട് പശ ചെയ്ത് കൊടുക്കുക. സമൂസക്കൊക്കെ നിങ്ങൾ ചെയ്ത് കൊടുക്കാറില്ലേ, അതേപോലെ തന്നെയാണ് കേട്ടോ 2ൻ്റെയും. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ മസാല ഒരു ബ്രെഡിൻ്റെ മേലെ വെച്ചെടുക്കുക. എന്നിട്ട് മറ്റേ ബ്രെഡ് കൊണ്ട് അതിനൊന്ന് കവർ ചെയ്യുക. എന്നിട്ട് കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ തന്നെയാണ് ബാക്കി വരുന്ന ഓരോ ബ്രെഡും റെഡിയാക്കി എടുക്കേണ്ടത്. ഫുള്ളായിട്ട് കാണിക്കാൻ നിന്നാൽ പിന്നെ വീഡിയോ ഒരുപാട് ലേഖായി പോകും. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് മാത്രം നിങ്ങളിലേക്ക് കാണിച്ചെടുത്തത് കേട്ടോ. അതേപോലെ തന്നെ ഞാൻ എല്ലാ ബ്രെഡും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഫ്രൈ ആക്കി എടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുത്ത ശേഷം ഓരോന്നും അതിലേക്ക് മുക്കിയിട്ട് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ സൈഡ് ഭാഗവും കുക്കാക്കി എടുക്കുക കേട്ടോ. പിന്നെ ഫ്ലെയിം അത്യാവശ്യം കുറച്ച് കൊടുക്കണം. ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കളറ് മാറിപ്പോവും. നമുക്ക് ഈ ഒരു കളറിൽ കിട്ടണമല്ലോ, എന്നാലല്ലേ അതിൻ്റെ ആ ഒരു ലുക്ക് കിട്ടും. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ പൊരിഞ്ഞ് കിട്ടണം, പക്ഷേ കളറ് ഒരുപാടങ്ങ് മാറിപ്പോകാൻ പാടില്ല. പിന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കി നോക്കിയാൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാകും. പിന്നെ ഉണ്ടാക്കാനും വെരി ഈസിയാണ്, വലിയ പണിയൊന്നും ഇല്ലല്ലോ. പിന്നെ എന്താണെന്ന് എനിക്ക് ആ ഒരു ബ്രെഡ് ഫുള്ളായിട്ട് തന്നെ വേണ്ടി വന്നിട്ടുണ്ട്. അതിൽ 2-3 പീസ് ബ്രെഡേ ബാക്കിയുള്ളൂ, ബാക്കി ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് പറയാൻ വിട്ടുപോയെന്ന് തോന്നുന്നല്ലേ, ഒരുപാട് എണ്ണൻ്റെ ആവശ്യമൊന്നുമില്ല. എണ്ണയിൽ മുക്കി പൊരിക്കുന്നതല്ല, എന്നാലും കുഴപ്പമില്ലാതെ എണ്ണ എടുക്കണം. ഈ ഒരു ബ്രെഡ് പൊരിയേണ്ട വിധത്തിലുള്ളത്. പിന്നെ സൈഡ് ഭാഗം ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കണേ. പിന്നെ ഒരുപാട് സമയം കുക്ക് ചെയ്യാനും പാടില്ല.
ഇതിൻ്റെ എല്ലാം ഒന്ന് കളറ് മാറി വരെ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു ഗ്രീൻ കളർ എന്തായാലും കിട്ടണം. ഇപ്പം ഞാൻ ചെയ്തെടുക്കുന്നില്ല അതേപോലെ തന്നെയാണ് കേട്ടോ. നമുക്ക് ആ ഒരു കളറാണ് കിട്ടേണ്ടത്. കാണാനുള്ളൊരു വൃത്തിക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. പിന്നെ ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾ എന്തായാലും റെഡിയാക്കി നോക്ക്. ഇപ്പം തന്നെ ഉണ്ടാക്കി നോക്കിക്കോ. കഴിയെങ്കിൽ ഞാൻ രാവിലെ തന്നെയാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുക. പിന്നെ വലിയ പണിയൊന്നും ഇല്ലല്ലോ. കാണുന്നുണ്ടോ? ഒരു കത്രിക വെച്ചിട്ട് ഞാനത് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്താലും മതി കേട്ടോ. പക്ഷെ കട്ട് ചെയ്തിട്ട് വെക്കുമ്പോൾ കാണാനും കുറച്ചും കൂടി ഒരു വൃത്തി ഉണ്ടാവുക. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിതാ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. പിന്നെ അപ്പുറത്തുനിന്ന് പിന്നെ മക്കളിങ്ങനെ ഫ്രൂട്ടൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് നല്ല സമയം പിടിക്കും ഈ ഒരു വീഡിയോ എടുക്കലും ഹോട്ടലെടുക്കുന്നതുകൊണ്ട്. പിന്നെ ആ മക്കളോട് പറയുന്നത് വെയിറ്റാക്കിയെന്ന് വാങ്ങ് കൊടുത്തണില്ല. അവരാണിങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. പിന്നെ അവരതിൻ്റെ അടുക്ക് ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഉമ്മ, ഇതെന്താന്ന് പുതിയൊരു ഐറ്റം കാണുന്നതെന്നെല്ലാം പറഞ്ഞിട്ട്. അവർ ഇത് കണ്ടിട്ടില്ല. പിന്നെ അപ്പം ഈ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പം ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പം ബൈ ബൈ.